വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പുൽപ്പള്ളി ആശ്രമക്കുഴിയിൽ എൽദോസിന്റെ പശുവിനെ കടുവ കൊന്നു. അതേസമയം പുൽപ്പള്ളി 56-ലും കടുവയുടെ സാന്നിധ്യമുണ്ടായി. കടുവയെ കണ്ട് വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. വലിയ ഭീതിയിലാണ് ഇപ്പോഴും അവർ കഴിയുന്നത്. ആളെക്കൊല്ലി ആനയ്ക്ക് പിന്നാലെ, ആനയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ കടുവയുടെയും പുലിയുടെയും ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ എത്രത്തോളം പരിഭ്രാന്തിയിലാണ് സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ. ഒപ്പം ഈ കടുവയുടെ സാന്നിധ്യം 2 സ്ഥലങ്ങളിലാണ് കണ്ടതായി പറയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും. നാം ഇന്നലെ വലിയ സമരം കണ്ടതായിരുന്നു. ആ സമരം നടന്ന സ്ഥലത്തിന് സമീപമാണ് വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 2 തവണയാണ് ഈ കടുവയുടെ സാന്നിധ്യം പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ആദ്യം കാണുന്നത് ഒരു ബൈക്ക് യാത്രികനാണ്. ഈ ബൈക്ക് യാത്രികന്റെ മുന്നിലേക്ക് ഈ കടുവ ചാടി വീഴുകയായിരുന്നു. തുടർന്ന് ഈ ബൈക്ക് യാത്രികൻ ഭയത്താൽ ഈ ബൈക്ക് തന്നെ വീണിരുന്നു. തുടർന്ന് പരിക്കേറ്റ അനീഷിനെ പുൽപ്പള്ളി 56-ൽ അനീഷിനെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ 56 മുൻപും ഇത്തരത്തിലുള്ള കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞ ശേഷം പുൽപ്പള്ളി ആശ്രമക്കൊല്ലിയിൽ വീണ്ടും കടുവ ഇറങ്ങിയത്. എൽദോസ് എന്ന് പറയുന്ന ഒരു കർഷകന്റെ പശുക്കിടാവിനെയാണ് നിലവിൽ ഈ കടുവ കടിച്ചു കൊന്നത്. ഈ മേഖലയിൽ തുടർച്ചയായി കടുവയുടെ സാന്നിധ്യമുണ്ട്. ഇന്നലെ സമരത്തിനിടയിൽ ഒരു പശുവിന്റെ ജഡം എത്തിച്ച് വനംവകുപ്പിന്റെ ജീപ്പിൽ സ്ഥാപിച്ചിരുന്നു. അത് ഈ പുൽപ്പള്ളിയിൽ നിന്നുള്ള ഈ കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് നിന്നായിരുന്നു. അത് 2 മുൻപായിരുന്നു ഇത്തരത്തിൽ മെനഞ്ഞായിരുന്നു അന്ന് കടുവയുടെ ആക്രമണം ഉണ്ടാവുകയും പശു ചാവുകയും ചെയ്തത്. തുടർന്നായിരുന്നു ഈ ജഡവുമായി വനംവകുപ്പിന്റെ ജീപ്പിന് മുകളിൽ കെട്ടി ജനങ്ങൾ പ്രതിഷേധിച്ചത്. എന്നാൽ ആ പ്രതിഷേധമെന്നും ഇപ്പോഴും ബലം കാണുന്നില്ല. വീണ്ടും ഇന്നലെയും കടുവയുടെ സാന്നിധ്യം ഉണ്ടായി. 2 മാസം മുമ്പ് തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. എരുമക്കൊല്ലി, അതോടൊപ്പം തന്നെ താന്നിത്തെരുവ്, 56, പുൽപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഈ കടുവയെ പിടികൂടാനായി സ്ഥലത്ത് കൂടും ക്യാമറയുമെല്ലാം സ്ഥാപിച്ചത്. എന്നിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞത്. തുടർന്നായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന്റെ ഫലമായാണ് 2 ദിവസം മുൻപ് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവിറങ്ങിയത്. എന്നാലും ഈ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിയുന്നില്ല. അതിനിടയിലാണ് ഇന്നലെ രാത്രി 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള അടിക്കടിയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനുള്ള ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വീടുകളിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്, അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങളല്ലേ? ഇന്നലെ നാം അതിന്റെ ഏറ്റവും വലിയ പ്രതിഷേധം കണ്ടതായിരുന്നു. പുൽപ്പള്ളിയുടെ ജനങ്ങളുടെ പ്രതിഷേധം കണ്ടതായിരുന്നു. എന്നാൽ പ്രതിഷേധമൊന്നും ഫലം കണ്ടിട്ടില്ല. ഇന്നലെ രാത്രിയും ഈ പുൽപ്പള്ളിക്ക് സമീപം തന്നെയായിരുന്നു ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായത്. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും എത്തിയില്ലെന്നുള്ള പരാതിയും ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത് ഈ കൂടുതൽ ദൗത്യ സംഘം ഈ ആനയുടെ വേലൂർ മോഴയുടെ പുറകെയാണ്. അതിനാൽ തന്നെയാണ് ഈ വനംവകുപ്പ് ജീവനക്കാർക്ക് കുറവുണ്ട്. അതിനാലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പക്ഷേ വീണ്ടും ഇന്നലെയും ആ യുവാവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ കടുവ ഈ യുവാവിന്റെ മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. പിന്നീടാണ് ഈ യുവാവ് തെന്നി വീണ് ചെറിയ രീതിയിൽ പരിക്കേൽക്കുന്നത്. അത്തരത്തിൽ ഓരോ ദിവസവും രാത്രി പകലും വ്യത്യാസമില്ലാതെ ഈ കടുവയുടെയും കാട്ടാനയുടെയും ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പെടുന്ന സാഹചര്യമാണ്. വയനാടിന്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. 28 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ 20 ഇത്തരത്തിലുള്ള കടുവയുടെയും ആനയുടെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ചക്ക് 17 ദിവസത്തിനിടെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കാട്ടാനയുടെ ആക്രമണത്തിലായിരുന്നു 3 പേർ കൊല്ലപ്പെട്ടത്. ഡിസംബറിൽ മറ്റൊരു യുവ കർഷകൻ ഇത്തരത്തിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ ഒരു ആക്രമണങ്ങളാണ് വന്യജീവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഈ പ്രതിഷേധം അടിക്കടി ഉണ്ടാകുന്ന പ്രതിഷേധം ആവർത്തിക്കുമ്പോഴും ഈ വന്യജീവി ആക്രമണം അടിക്കടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം
പക്ഷേ ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കഴിയാത്ത സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് MLA-മാരെ കൂക്കി വിളിച്ചും പോലീസിന് നേരെ പോലും അതിക്രമം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരു ശരീരവിഹാരം നടത്താൻ ഒന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലുമില്ല. കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള സ്വാതന്ത്ര്യമില്ല. ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രതിഷേധം ശക്തമാകുമ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നിസ്സംഗതയോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു സമീപനം അധികാരിവർഗം തുടരുകയുമാണല്ലേ? ഫലമായിരുന്നു ഇന്നലെ പുൽപ്പള്ളിയിൽ കണ്ടത്. നാം മരണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ളത്. കാരണം ഈ പുൽപ്പള്ളിയും ഇതിന് സമീപ മേഖലയിലുമെല്ലാം കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അവർ കൃഷി ചെയ്യുന്നുണ്ട്, വന്യമൃഗങ്ങളെ വളർത്തുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവർക്ക് വളരെ നഷ്ടമാണ് നിലവിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം വരുത്തിവെക്കുന്നത്. നെൽകൃഷിയെല്ലാം ചെയ്യുന്നിടത്ത് ഈ ആനയും പന്നികളും ഉൾപ്പെടെയുള്ളവ ഇറങ്ങി വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പുൽപ്പള്ളി മേഖലയിൽ നിലവിൽ തന്നെ 6ലധികം വന്യമൃഗങ്ങളെയാണ് ഈ കടുവ പിടികൂടിയിട്ടുള്ളത്. പശുക്കളെയും എരുമയും ഉൾപ്പെടെയുള്ള പശുക്കിടാവിനെയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ, ഇത്തരത്തിലുള്ള വളർത്തു മൃഗങ്ങളെ ഈ വന്യജീവികൾ കടിച്ചു കൊല്ലുന്നത് സ്ഥിരം ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ ഈ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചാലും അവർ എത്തുന്നത് വൈകിയായിരിക്കും. അതൊരു പ്രതിഷേധത്തിന്റെ കാരണമാണ്. അത്തരത്തിൽ പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു ഇന്നലെ പുൽപ്പള്ളിയിൽ ഇത്തരം ആയിരങ്ങൾ ഒത്തുചേർന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്. എന്തായാലും വനംവകുപ്പ് മന്ത്രി ഈ പ്രദേശത്തേക്ക് എത്തണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. കാടും നാടും തമ്മിൽ വേർതിരിക്കണം, എന്നാലേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന് കൃത്യമായ ഫണ്ടുകൾ ആവശ്യമാണ്. ആ ഫണ്ടുകൾ നൽകി ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയാലേ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശാശ്വതമായ ഒരു വന്യജീവി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. ഇന്ന് കടുവയുടെ സാന്നിധ്യം 2ഇടങ്ങളിലാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്.